ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പൂവമ്പാറയിൽ പോകുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാട്ടോ. ഈ കാണുന്ന ഒരു യൂക്കാലി ചെടിയാണ്. ഈ യൂക്കാലി ചെടിയുടെ കമ്പ് പറിച്ച് നമ്മൾ വണ്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ പറിച്ച് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കമ്പ് ഉണങ്ങി നല്ല സ്മെല്ലുണ്ടാക്കും കേട്ടോ. വണ്ടിക്കകത്ത് വേറെ ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പ് പറിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ യാത്രയിൽ ഉടനീളം നല്ലൊരു സ്മെല്ലായിരിക്കും വണ്ടിക്കകത്തുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന യൂക്കാലി തോട്ടങ്ങളുണ്ട്. അതുപോലെ മറ്റ് പലതരത്തിലുള്ള ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങളൊന്നും പേരറിയില്ല. നല്ല മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളാട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള വൃക്ഷങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതുപോലെ പൂവമ്പാറയിലും പൂണ്ടിയിലും പോകുമ്പോൾ നമുക്ക് കാണുന്ന ഇങ്ങനെ കുറേ പ്രദേശങ്ങളായിരിക്കും. മനോഹരം എന്ന് പറയാം. മനോഹരമായിട്ടുള്ള കുറേ പ്രദേശങ്ങളും തടാകങ്ങളും ചെറിയ ലേക്കുകളൊക്കെ നിറഞ്ഞ ഭാഗങ്ങളാണ് ഈ പൂണ്ടി, പൂവമ്പാറ. അതുപോലെ പൂവമ്പാറയിലും പൂണ്ടിയിലും ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണാനുള്ളത് കുറേയധികം കാർഷിക വിളകളാണ്, കൃഷിസ്ഥലങ്ങളാണ്, അവരുടെ കൃഷി രീതികളാണ്. അത് പ്രകൃതിയെയും അല്ലെങ്കിൽ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും പൂണ്ടിയിലും പൂവമ്പാറയിലൊക്കെ പോകണം. അതുപോലെ എൻ്റെ വീഡിയോസ് പൂർണ്ണമായിട്ടും കാണും. എല്ലാ വീഡിയോസും കണ്ട് പൂണ്ടിയെപ്പറ്റിയും പൂവമ്പാറയെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് യാത്രയൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.